അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. എല്ലാവർക്കും നമസ്കാരം. 61 വരെയുള്ള നാമധേയങ്ങളാണ് നാം ഇതുവരെ അനുസ്മരിച്ചത്. ഇനി സുധാസാഗര മധ്യസ്ഥ കാമാക്ഷി കാമദായിനി എന്ന ശ്ലോകത്തിൻ്റെ രണ്ടാമത്തെ കഷ്ണം, കാമാക്ഷി എന്നും കാമദായിനി എന്ന് 2 നാമങ്ങളുള്ള ഭാഗം ചിന്തിക്കാം. കാമാക്ഷി എന്നാൽ കാമങ്ങളാകുന്ന അക്ഷികളോടുകൂടിയവൾ എന്നാണ്. അപ്പം ഇവിടെ കാമങ്ങളാകുന്ന അക്ഷയോടുകൂടിയവൾ എന്ന് പറയുമ്പോൾ ദേവി ലളിതോപാഖ്യാനത്തിൽ ഒരു ഭാഗം പറയുന്നത് ഇവിടെ അനുസ്മരിക്കുന്നു. അദ്യാപി ലക്ഷ്മി സർവേഷാം പുരതഃ പരമേശ്വരി വിരിഞ്ചിം ദക്ഷിണേനാക്ഷണ വാമേന ഹരിമൈക്ഷത. ദേവി 2 കണ്ണുകൾ കൊണ്ട് ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ഒരേ സമയത്ത് കടാക്ഷിച്ചു. ഇടത് കണ്ണുകൊണ്ട് വിഷ്ണുവിനെയും വലത്തെ കണ്ണുകൊണ്ട് ബ്രഹ്മാവിനെയും കടാക്ഷിച്ചു. ദേവിയുടെ കണ്ണ് പതിഞ്ഞ ആ മാത്രയിൽ തന്നെ വാണി, ലക്ഷ്മി എന്നിവർ ഉദ്ഭവിക്കുകയും ഉണ്ടായി. അങ്ങനെ ക മാ എന്നുള്ള 2 വാക്കുകൾ കൊണ്ട് ലക്ഷ്മി സരസ്വതി, ക എന്ന അക്ഷരം കൊണ്ട് സരസ്വതിയും മാ എന്ന അക്ഷരം കൊണ്ട് ലക്ഷ്മിയെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെ സാധാരണയായിട്ട് പ്രയോഗത്തിലുള്ള ചില ഈ അക്ഷരങ്ങളെ കൊണ്ട് അർത്ഥം സൂചിപ്പിക്കുന്ന സമ്പ്രദായമുണ്ട്. അപ്പം മാ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി എന്നാണ് അർത്ഥം, ക എന്ന് പറഞ്ഞാൽ സരസ്വതി ദേവി എന്നും. അപ്പം അവിടെ ആ ലക്ഷ്മിയും സരസ്വതിയും യാതൊരു നേത്രങ്ങളിൽ നിന്ന് ഉദ്ഭവിച്ചുവോ അതിനാൽ കാമാക്ഷി എന്ന് കാമാക്ഷി എന്ന വാക്കിന് അർത്ഥം. ഇനി കാമാക്ഷി എന്ന പേരിനെ അപ്പോഴാണ് ദേവി ധരിച്ചതെന്നും ലളിതോപാഖ്യാനത്തിൽ പറയുന്നുണ്ട്. രതീദേവിയുടെ വൈധവ്യ ദുഃഖം കണ്ട് മനസ്സലിഞ്ഞ ലളിതാദേവി കാമേശ്വരനെ, ശ്രീമഹാദേവനെ കടാക്ഷിച്ചു. ആ നോട്ടത്തിൽ നിന്ന് കാമദേവൻ വീണ്ടും ജനിച്ചു. ഇങ്ങനെയും ലളിതോപാഖ്യാനത്തിൽ കാണാം. അപ്പോൾ കാമദേവന് ജന്മം നൽകിയ കണ്ണുകളായതുകൊണ്ട് കാമാക്ഷി എന്ന് നാമധേയം. കാമേശ്വരൻ തന്നെ കണ്ണുകളായതിനാൽ ആ കാമാക്ഷി എന്ന വാക്കിന് അങ്ങനെയും ഒരർത്ഥം എടുക്കാം. കാഞ്ചീപുരത്ത് വസിക്കുന്ന ദേവിയെ കാഞ്ചീ കാമാക്ഷി എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ആ കാമാക്ഷി എന്ന നാമം കാഞ്ചീപുരവാസിനി ആയതുകൊണ്ടും നമുക്ക് ധാരാളം പരിചയമുണ്ട്. കാശി വിശാലാക്ഷിയും കാഞ്ചി കാമാക്ഷിയും മധുരയിൽ മീനാക്ഷിയുമൊക്കെയാണ് ദേവി. അപ്പോൾ അങ്ങനെ ഒരർത്ഥം. തൻ്റെ കണ്ണുകളെ കൊണ്ട് ഭക്തരുടെ കാമനകളെയെല്ലാം സാധിപ്പിക്കുന്നതിനാലും കാമാക്ഷി എന്ന് അർത്ഥം. ഇനി കാമദായിനി, കാമങ്ങളെ ദാനം ചെയ്യുന്നവൾ, കാമത്തെ ദാനം ചെയ്യുക. ഇനി കാമദനോട് ശിവനോട് ചേർന്നിരിക്കുന്നതിനാൽ കാമദായിനി
അങ്ങനെയും ഒരർത്ഥം ഇവിടെ പറയുന്നു. അപ്പോൾ കാമദായിനി എന്നാൽ കാമത്തെ, മന്മഥനെ, കാമദേവനെ ഇല്ലാതെയാക്കുന്നവൾ, ഖണ്ഡിക്കുക, ദ്യതി, ഖണ്ഡയതി എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്നവൾ ദായിനി. അപ്പോൾ കാമദായിനി, കാമത്തെ നശിപ്പിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഇങ്ങനെ കാമദായിനി എന്ന വാക്കിന് ഒരർത്ഥം. ഇനി ദേവഋഷിഗണസംഘാതസ്തൂയമാന ആത്മവൈഭവ, ദേവഗണങ്ങളുടെയും ഋഷിഗണങ്ങളുടെയും സംഘാതത്താൽ, കൂട്ടത്താൽ സ്തൂയമാനമായ ആത്മവൈഭവത്തോടു കൂടിയവൾ. ദേവന്മാരുടെ കൂട്ടം, ഋഷിമാരുടെ കൂട്ടം, ഇവർക്കൊക്കെ സ്തുതിക്കാൻ പാകത്തിലുള്ള നിജമായ വൈഭവം, തൻ്റേതായ വൈഭവം ദേവിക്കുണ്ട്. ആ നാമത്തിൻ്റെ അർത്ഥം അതാണ്. ഇനി ദേവഋഷിഗണ സംഘാതം, ദേവഋഷിമാരുടെയും ദേവഋഷിമാരുടെ കൂട്ടം, ദേവന്മാരുടെയും ഋഷിമാരുടെയും കൂട്ടം. സംഘാതം എന്ന് പറഞ്ഞാൽ നരകമെന്നും ഒരർത്ഥമുണ്ട് അത്രേ. അപ്പോൾ ആ നരകദുഃഖത്തിൻ്റെ നിവാരണത്തിനായിട്ട് ദേവന്മാരാൽ ഋഷികളാൽ ഒക്കെ സ്തുതിക്കപ്പെട്ടവൾ എന്നൊരു വ്യാഖ്യാനമുണ്ട്. സമ്യക്കാകും വണ്ണമുള്ള ഘാതം, സംഘാതം എന്നർത്ഥം കൽപ്പിച്ചു കഴിഞ്ഞാൽ ഭണ്ഡാസുരൻ്റെ വധത്തിനു വേണ്ടിയിട്ട് ദേവഋഷിഗണങ്ങളാൽ പ്രത്യേകം സ്തുതിക്കപ്പെട്ട വൈഭവത്തോടു കൂടിയവൾ എന്നർത്ഥമുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഭണ്ഡാസുര വധമെന്ന കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും ഋഷിഗണങ്ങളും പ്രാർത്ഥിക്കയാൽ അപ്രകാരം പ്രാർത്ഥിക്കപ്പെട്ട, പുകഴ്ത്തപ്പെട്ട, അന്ന് അവർ പ്രാർത്ഥിക്കുമ്പോൾ പുകഴ്ത്തിച്ച, ധാരാളമായിട്ട് പുകഴ്ന്ന വൈഭവത്തോടു കൂടിയവളാണ് ദേവി. അതാണ് ഈ ദേവഋഷിഗണ സംഘാത സ്തൂയമാനാത്മവൈഭവ. ഇനി ഭണ്ഡാസുര വധത്തെ സംബന്ധിച്ചിട്ടുള്ള ചില സംഗതികൾ സൂചിപ്പിക്കുന്ന നാമധേയങ്ങളാണ് ഇനി അങ്ങോട്ട്. ഭണ്ഡാസുരവധോദ്യുക്ത ശക്തിസേനാ സമന്വിത, ഭണ്ഡാസുരനെ വധിക്കാനായിട്ട് ഉദ്യുക്തരായ ശക്തിസേനയോട് സമന്വിതയായവൾ. ഭണ്ഡാസുരൻ്റെ വധത്തിന് ഉദ്യുക്തകളായ ശക്തികളുടെ സേനയോടുകൂടിയവൾ. അങ്ങനെയാണ്. ശ്രീപരമേശ്വരൻ്റെ തപസ്സിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട കാമദേവൻ ഭഗവാന്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്ന് ഉണ്ടായ അഗ്നിയിൽ ദഹിക്കപ്പെട്ടു. അപ്പം ഈ സമയത്ത് ചിത്രസേനൻ എന്ന ചിത്രസേനൻ എന്ന ഗണനായകൻ കാമദേവൻ്റെ ആ ശരീരാവശിഷ്ടം ഭസ്മായി, ആ ഭസ്മം കൊണ്ട് ഒരു പുരുഷൻ്റെ രൂപം നിർമ്മിച്ചു. ആ രൂപം ശ്രീ മഹാദേവൻ കണ്ടു. മഹേശ്വരൻ കണ്ടതോടുകൂടിയിട്ട് ആ പുരുഷരൂപത്തിന് ജീവൻ ഉണ്ടാവുകയും ചെയ്തു. അതിസുന്ദരനായിരിക്കുന്ന ഒരു പുരുഷൻ. മഹേശ്വരനെ ശതരുദ്രീയം എന്ന സ്തോത്രം കൊണ്ട് ആ പുരുഷൻ ആരാധിച്ചു. ആ മിടുമിടുക്കനായ ചെറുപ്പക്കാരനോട് ഭഗവാൻ എന്ത് വരാ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ തന്നെ എതിർക്കാൻ വരുന്നവരുടെ ബലത്തിൽ പാതി തനിക്ക് കിട്ടണം, എതിരാളിയുടെ അസ്ത്രശസ്ത്രങ്ങളെ കൊണ്ട് എനിക്കൊരു വേദനയും ഉണ്ടാവരുത് എന്നും ആ വിദ്വാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ മഹാദേവൻ അനുഗ്രഹിച്ചു. 60,000 വർഷം രാജ്യം ഭരണാധികാരിയായിട്ട് ഭരിക്കാനും അനുഗ്രഹം കൊടുത്തു. ഇതൊക്കെ കണ്ട ബ്രഹ്മാവ് ഈ വിദ്വാന് ഭണ്ഡൻ എന്ന് പേരിട്ടു. ശിവൻ്റെ ക്രോധാഗ്നിയിൽ ജനിച്ച ഭണ്ഡൻ ഒരസുരനായിട്ട്
ദുഷ്ടചേഷ്ടകളൊക്കെ ചെയ്യുന്നവനായിട്ട് പരിണമിച്ചു. അയാൾ അസുര ചക്രവർത്തിയായി തീർന്നു. അയാളുടെ ഐശ്വര്യം ധാരാളമായിട്ടുണ്ടായതോടു കൂടിയിട്ട് ഇന്ദ്രാദി ദേവന്മാരുടെയൊക്കെ കഥ ഏതാണ്ട് പരിങ്ങലായി. ഇവരെല്ലാവരും കൂടിയും പരാശക്തിയെ ഭജിച്ചു. അമ്മയല്ലാതെ വേറെ ആർക്കും ഇയാളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ സാധ്യമല്ല എന്ന് വന്നു. ഇങ്ങനെ ദേവന്മാരും എല്ലാവരും കൂടിയിട്ട് സ്തുതിച്ച് ഹിമാലയത്തിൻ്റെ അടുത്ത് ചെന്ന് ലളിതാംബികയെ പ്രസാദിപ്പിക്കാനായിട്ട് അതികേമായിട്ടുള്ള പൂജ ആരംഭിച്ചു. ഈ സമയത്ത് ഭണ്ഡൻ ഇതൊക്കെ അറിഞ്ഞ് ദേവേന്ദ്രൻ്റെ ഈ സൽക്കർമ്മത്തിന് വിഘ്നം വരുത്താനായിട്ട് സൈന്യങ്ങളെയൊക്കെ കൂട്ടി ഹിമാലയ പർവ്വതത്തിൻ്റെ താഴെ എത്തി. അവിടെ അസുരന്മാരിൽ നിന്ന് ആപത്തുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ജഗദംബിക ആദ്യം തന്നെ വലിയൊരു മായാപ്രകാരം ഈ അസുരന്മാരുടെയും ദേവന്മാരുടെയും ഇടയ്ക്കായിട്ട് സൃഷ്ടിച്ചു. ഭണ്ഡൻ ദാനവാസ്ത്രം എന്നൊരസ്ത്രം ഉപയോഗിച്ച് ആ മായാപ്രാകാരം പിളർക്കാനായിട്ട് ഒരുമ്പെട്ടു. ആ പ്രാകാരം പക്ഷെ വീണ്ടും അവിടെ അതേപോലെ തന്നെ ഉയർന്നു വന്നു. വീണ്ടും അത് പിളർക്കാനായിട്ട് ഇവൻ അസ്ത്രങ്ങൾ ഉപയോഗിച്ചു. പക്ഷേ ഇത് തടുക്കാൻ സാധിക്കാത്ത ഏതോ ഒരു ശക്തിയാണെന്ന് മനസ്സിലായ ആ ഭണ്ഡ അസുരൻ അവിടുന്ന് മടങ്ങിപ്പോയി. പക്ഷേ ഭണ്ഡ സൈന്യത്തെ കണ്ട് ദേവന്മാരൊക്കെ വല്ലാതെ പരിഭ്രമിച്ച് അവരവിടെയൊക്കെ ഓടി മറയാൻ തുടങ്ങി. അങ്ങനെ പൂജാവിധികളൊക്കെ അവിടെ ഇട്ട് അവരൊക്കെ ഓടുന്നത് കണ്ടപ്പോൾ ദേവേന്ദ്രൻ ദേവന്മാരോട് എല്ലാവരോടും കൂടിയിട്ട് ആലോചിച്ച് പറഞ്ഞു, ഓടിപ്പോയതുകൊണ്ടൊന്നും രക്ഷപ്പെടില്ല, വരാനുള്ളത് വഴി തങ്ങില്ല എന്നുണ്ടല്ലോ. അതുകൊണ്ട് ഒരു മഹായാഗം നമുക്കെല്ലാവർക്കും കൂടി ചെയ്യണം. അതിന് 1 യോജന വിസ്താരമുള്ള വലിയ അഗ്നികുണ്ഡം ഉണ്ടാക്കി മഹായാഗ വിധിപ്രകാരം ദേവിക്കായിക്കൊണ്ട് മഹാമാംസം ഹോമിച്ചുകൊണ്ട് അവർ, അതായത് ദേവന്മാരുടെ ശരീരങ്ങളിൽ നിന്ന് മുറിച്ചെടുത്ത മാംസമാണ് മഹാമാംസം. ആ മഹാമാംസത്തെ ആരാധിച്ചുകൊണ്ട് ഹോമത്തിലേക്ക് അഗ്നിയിൽ ആരാധിച്ചുകൊണ്ട് അവർ ദേവിയെ സ്തുതിക്കാൻ തുടങ്ങി. ദേവന്മാരൊക്കെ തൻ്റെ ശരീരങ്ങൾ തന്നെ മുറിച്ച് ആ അഗ്നികുണ്ഡത്തിൽ ഹോമിക്കാനായിട്ട് പുറപ്പെട്ടപ്പോഴേക്കും ദേവി ചിദഗ്നികുണ്ഡ സംഭൂതയായിട്ട് ആ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഉയർന്നു വന്നു. ദേവന്മാരെല്ലാവരും ലളിതാസ്തവരാജൻ എന്ന് പേരായിട്ടുള്ള അതികേമായിട്ടുള്ള സ്തോത്രം കൊണ്ട് ദേവിയെ ആ സമയത്താണ് സ്തുതിക്കണതൊക്കെ. ഭണ്ഡാസുരനിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ത്രിലോകങ്ങളും അമ്മയ്ക്ക് അധീനമാക്കി തീർക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ബ്രഹ്മാദികളായ ത്രിമൂർത്തികളും ദേവിയെ ദർശിക്കാനായിട്ട് അവിടേക്ക് ഓടിയെത്തി. എല്ലാവരും അഭ്യർത്ഥിച്ചതനുസരിച്ച് ശക്തി സേനകളോട് കൂടി ചേർന്ന് ദേവി ഭണ്ഡാസുരവധത്തിന് ഒരുങ്ങി പുറപ്പെട്ടു. ഇനിയുള്ള നാമങ്ങളിൽ ആ ശക്തി സേനകളിൽ ഉള്ള ഓരോരോ പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട ശക്തികളെക്കുറിച്ച് അടുത്ത നാമധേയങ്ങളിലൊക്കെ വർണ്ണിക്കും. അപ്പം ഇങ്ങനെ ഒരു പുരാണ കഥ ഉണ്ടെന്നർത്ഥം. അതിന് ഒരു വേദാന്തപരമായ വ്യാഖ്യാനം ഈ ഭാസ്കരരായരുടെ വ്യാഖ്യാനത്തിൽ കാണാം. അതെന്താ വെച്ചാൽ ദേഹത്തിലുള്ള അഭിമാനം കൊണ്ട് ദേഹിയെ കീഴ്പ്പെടുത്തുന്ന ആ ഞാൻ എന്നുള്ള വിചാരമാകുന്ന മലം, അതിനെയാണ് ഈ ഭണ്ഡ്, ആണവമലം, അതിനെയാണ് ഭണ്ഡൻ എന്ന അസുരനായിട്ട് ഇവിടെ പറയുന്നത്. ദേഹി ഓരോ ദേഹങ്ങളിലും അനേകങ്ങളായിരിക്കുന്ന സംസാരക്ലേശങ്ങൾ അനുഭവിക്കുന്നു. പരമാർത്ഥ തത്വത്തിൻ്റെ അംശമാണെങ്കിൽ പോലും അസ്ഥിരമായ ശരീരത്തിലുള്ള അഭിമാനം കൊണ്ട് പല പ്രയാസങ്ങളിലും പെട്ടുപോകുന്നു. അപ്പം ഈ പരമാത്മ ചൈതന്യത്തെ ജഡവുമായി ബന്ധിപ്പിച്ച സുഖദുഃഖങ്ങൾക്ക് വിധേയമാകുന്ന ഈ ഒരു ബന്ധനം,
സംസാരബന്ധനം, ഇതിനെ തന്നെയാണ് ആണവമലം എന്ന് പറയുന്നത്. അത് നശിച്ചാൽ പരമാത്മപ്രാപ്തി. അപ്പോൾ ഭണ്ഡവധം എന്ന് വെച്ചാൽ ആ ദേഹാഭിമാനത്തിൻ്റെ നാശം, അതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഭാസ്കരരായർക്ക് അഭിപ്രായമുണ്ട്. എന്തായാലും സമ്പത്കരീ സമാരൂഢ സിന്ധുരവ്രജ സേവിത എന്നാണ് അടുത്ത നാമം. അപ്പോൾ നേരത്തെ നാമം എന്താണ്? ഭണ്ഡാസുരവധോദ്യുക്തരായ ശക്തികളാകുന്ന സേനയോടുകൂടിയവൾ, അതാണ് ഭണ്ഡാസുരവധോദ്യുക്ത ശക്തി സേനാ സമന്വിത. ഇനി അടുത്തത് സമ്പത്കരീ സമാരൂഢ സിന്ധുരവ്രജ സേവിത. സമാരൂഢങ്ങളായിരിക്കുന്ന സിന്ധുരവ്രജങ്ങളെ കൊണ്ട് സമ്പത്കരീ ദേവിയാൽ സേവിക്കപ്പെടുന്നവൾ എന്നാണ് അതിനർത്ഥം. സിന്ധുരവ്രജങ്ങൾ എന്ന് വെച്ചാൽ അനേകം ആനകൾ, കുതിരകൾ, രഥങ്ങൾ, കാലാൾ ഇവയെ കൊണ്ടൊക്കെ സേവിക്കപ്പെട്ടുകൊണ്ട് ചുവന്നു തുടുത്ത വർണ്ണത്തോടു കൂടിയിട്ടുള്ള ദേവി സമ്പത്കരി മദം പൊട്ടിയൊഴുകുന്ന ഭയങ്കരമായ യുദ്ധത്തിൽ രസമുള്ളതും പർവ്വതതുല്യം വലിപ്പമുള്ളതുമായ രണകോലാഹലൻ എന്ന് പേരായിട്ടുള്ള ആനയുടെ പുറത്ത് കയറിയിട്ടാണ് സഞ്ചരിക്കുന്നത്. അതാണ് സമ്പത്കരീ സമാരൂഢ സിന്ധുരവ്രജ സേവിത എന്നവിടെ പറയാൻ കാരണം എന്നർത്ഥം. ലളിതാപരമേശാന്യ അങ്കുശാസ്ത്രാത് സമുദ്ഗത സമ്പത്കരീ നാമദേവി ചചാല സഹശക്തിഭി എന്ന് ലളിതോപാഖ്യാനത്തിൽ. അപ്പോൾ ദേവിയുടെ അങ്കുശം എന്ന അസ്ത്രത്തിൽ നിന്ന്, ആയുധത്തിൽ നിന്നാണ് ഈ സമ്പത്കരീ നാമദേവി, സമ്പത്കരി എന്ന ദേവി ഉണ്ടായിട്ടുള്ളത്. ക്രോധാകാരമായ അങ്കുശത്തിൽ നിന്നുണ്ടായ ഈ ദേവി അനേക കോടി മാതംഗ തുരങ്ക രഥ പക്തിഭിസേവിത തരുണാദിത്യപടല സമ്പദീശ്വരി എന്ന് ലളിതോപാഖ്യാനത്തിൽ ദേവിയെക്കുറിച്ച് പറയുന്നുണ്ട്. അനേക കോടി മാതംഗ തുരങ്കരഥ പക്തിഭി, എത്രയോ ആനകൾ, എത്രയോ കുതിരകൾ, എത്രയോ രഥങ്ങൾ, ഇതിലൊക്കെയാണ് ദേവിയുടെ സഞ്ചാരം. അപ്പോൾ ആ രണകോലാഹലൻ എന്നാണ് ആ ആനയുടെ പേര്. മേഘങ്ങളെ ഉരസാൻ പാകത്തിലുള്ള അത്രയും സൈന്യം ഉണ്ടായിരുന്നു എന്നാണ്. എല്ലാ സമ്പത്തുകൾക്കും അധീശ്വരിയായിരിക്കുന്ന ഈ ദേവിയുടെ മാറിൽ അണിഞ്ഞ പടച്ചട്ട, അതൊക്കെ ദേവിയുടെ ആ സമ്പത്കരി ദേവിയെക്കുറിച്ച് പറയുന്ന ലളിതോപാഖ്യാനത്തിലെ വാക്കുകൾ വായിച്ചു കഴിഞ്ഞാൽ ദേവിയുടെ രൂപമൊക്കെ എങ്ങനെയാണ്? പീനോന്നതങ്ങളായ സ്ഥലങ്ങളുടെ മീത ചാർത്തിയെഴുത്തായിട്ടുള്ള പടച്ചട്ട, അതുപോലെ ഭയങ്കരമായ വാള് കയ്യിൽ പിടിച്ചിട്ടുണ്ട്, അതുപോലെ അനേകം ആനകളുടെ പുറത്ത് സമ്പത്കരി ദേവി, അശ്വരഥങ്ങളുണ്ട്, പദാതി എന്ന് പറഞ്ഞാൽ കാലാൾപ്പട എന്നർത്ഥം ഒക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആ സമ്പത്കരി ദേവി സമാരൂഢ സിന്ധുരവ്രജ സേവിത. അപ്പം അവിടെ ആ ആനകളെ നിയന്ത്രിക്കാൻ പാകത്തിൽ ഓരോ ആനപ്പുറത്തും ഓരോ ദേവിമാരായിട്ട് ഇരിക്കുന്നുണ്ട് എന്നർത്ഥം. അങ്ങനെയുള്ള സമ്പത്കരി ദേവി, ഈ സമ്പത്കരി എന്ന വാക്കുകൊണ്ട് സുഖലാലസമായ ചിത്തത്തിൻ്റെ ഭാവത്തെ, മനസ്സിൻ്റെ ഭാവം, സുഖ വിഷയങ്ങളിൽ അനുരക്തിയുള്ള മനസ്സിൻ്റെ ഭാവത്തെ സൂചിപ്പിക്കുന്നു എന്നും, ഈ നിലയ്ക്ക് ആലോചിച്ചാൽ സമാരൂഢ സിന്ധുരവ്രജം എന്ന ശബ്ദസ്പരിശരസാദികളായ വിഷയസമൂഹങ്ങൾ, ആ വിഷയസമൂഹങ്ങളാൽ സേവിക്കപ്പെടുന്നവൾ എന്ന അതിനൊരർത്ഥം കിട്ടും. സമ്പത്കരി സമാരൂഢ സിന്ധുരവ്രജ സേവിത എന്നുള്ളതിന് ക്രോധാകാരമായ അങ്കുശത്തിൽ നിന്നാണ് ഈ ദേവി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ക്രോധാദി വികാരങ്ങളിൽ അധിഷ്ഠിതമാണ് സമ്പത്ത്. സമ്പത്തിൻ്റെ പ്രയോജനമോ സുഖലോലുപതയിൽ മുഴുകി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവയ്ക്കൊക്കെ ആയ ദേവി സമ്പത്കരി
വിഷയചോദകങ്ങളായിരിക്കുന്ന ആനകളോട് കൂടിയിട്ട് ലളിതാദേവിയെ ആശ്രയിച്ച് വർത്തിക്കുന്നു. അപ്പം ദേവി ലളിതയെ ആശ്രയിച്ചാൽ ആ ലളിതാദേവിയെ ആശ്രയിക്കുന്ന സമ്പത്കരീ ദേവിയും പ്രസാദിക്കും എന്നർത്ഥം. അപ്പം ദേവിയെ ആശ്രയിക്കുന്ന ഉപാസകന് ഭൗതികമായ ഐശ്വര്യങ്ങളിലാണ് അഭിലാഷം വെച്ചാൽ സമ്പത്കരീ സമാരൂഢ സിന്ധുരവ്രജത്താൽ സേവിക്കപ്പെടുന്ന ദേവിയെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അത്തരം ഐശ്വര്യങ്ങളും കിട്ടും എന്നർത്ഥം. അശ്വാരൂഢാധിഷ്ഠിത അശ്വകോടികോടിഭിരാവൃത. അശ്വാരൂഢ എന്ന ദേവിയാൽ അധിഷ്ഠിതങ്ങളായ കോടി കോടി അശ്വങ്ങളാൽ ആവൃതയായവൾ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രീപാശായുധ സംഭവ അതിത്വരിത വിക്രാന്തിരശ്വാരൂഢ ചലത്ത് പുരഹ എന്ന ലളിതോപാഖ്യാനത്തിൽ. അപ്പോൾ ദേവിയുടെ പാശത്തിൽ നിന്ന് സഞ്ജാതയായ അശ്വാരൂഢ എന്ന ദേവി, അശ്വകോടികളെ ആ ദേവി നിയന്ത്രിക്കുന്നു. അനേകം അശ്വങ്ങളുടെ കോടിക്കണക്കിന് അശ്വങ്ങളെ ആ ദേവി നിയന്ത്രിക്കുന്നു. അപ്പം അവിടെ തയാസഹ ഹയപ്രായം സൈന്യം ഹേഷാതരംഗിതം വ്യചലത്ത് ഖുരകുദ്ദാല നിർദ്ധാരിത മഹീതലം എന്നാണ്. ഖുലകുദ്ദാല നിർദ്ധാരിത മഹീതലമായി തീർന്നു അവിടമൊക്കെ. അതായത് ഈ കുതിരയുടെ കുളമ്പടി കൊണ്ട് ധാരാളം ഭൂതലം പിളർക്കപ്പെട്ടു തന്നെയാണ്. ധാരാളം കുളമ്പടികളുണ്ട്. അപ്പം അതുകൊണ്ട് ഭൂമി തന്നെ ഇങ്ങോട്ട് പിളർന്നു. ഇതാണ് നിർദ്ധാരിത മഹീതലം. ഖുരകുദ്ദാല നിർദ്ധാരിതമായി തീർന്നു മഹീതലം എന്നർത്ഥം. അതുപോലെ ഹേഷാതരംഗം, ഇതൊരു ശബ്ദമാണ് ആ കുതിരകൾക്ക്. അപ്പോൾ അങ്ങനെ ധാരാളമായിട്ടുള്ള കുതിരകളോട് കൂടിയിട്ട് വർത്തിക്കുന്നു ആ അശ്വാരൂഢ എന്ന ദേവി. ആ കുതിരയുടെ പേര്, ദേവി ഇരിക്കുന്ന കുതിരയുടെ പേര് അപരാജിതം എന്നാണ്. ആ കുതിരയുടെ പുറത്ത് കയറിയിട്ട് പടയുടെ മുമ്പിൽ തന്നെ ആ അശ്വാരൂഢ അചലത്ത് പുരഹ, മുമ്പിൽ തന്നെ നടക്കുന്നത് ഈ അശ്വാരൂഢയാണ്. ആ കുതിര വളരെ തേജസ്സുള്ളതാണ്, എപ്പോഴും പരാക്രമം കൊണ്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നല്ല ഉയർന്ന ശരീരം, കടിഞ്ഞാണുകൾ, അതിൻ്റെ മുഖത്ത് രോമങ്ങൾ, കുഞ്ചിരോമങ്ങൾ, അതുപോലെ ആ ചലിക്കുന്നതായിട്ടുള്ള വാല് മനോഹരങ്ങളായിട്ടൊക്കെ അലങ്കരിച്ച ആ കുതിര ഹുങ്കാര ശബ്ദമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ പാശം, അങ്കുശം, ചമ്മട്ടിയും കടിഞ്ഞാണുമൊക്കെ ആയിട്ട് ആ ദേവി പരാക്രമശാലിനികളായ അനേകം സഖിമാരോട് കൂടിയിട്ട് അശ്വാരൂഢാദേവി 4 കൈകളിൽ ഈ വക ആയുധങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് ആ അശ്വത്തിൻ്റെ മീതെ വർത്തിക്കുന്നു. ഇനി അശ്വശബ്ദം ഇന്ദ്രിയങ്ങളെയാണ് കുറിക്കുന്നത് വേദാന്തത്തിലൊക്കെ. അപ്പോൾ ആ അശ്വം ആകുന്ന, ഇന്ദ്രിയങ്ങളാകുന്ന കുതിര, അതിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നു ദേവി. അപ്പോൾ ആ കുതിരകളെ ആരോഹണം ചെയ്ത് പ്രവർത്തിക്കുന്ന മനസ്സ് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. അശ്വാരൂഢ എന്ന ഈ അശ്വങ്ങൾക്ക് അധിഷ്ഠാനമായിരിക്കുന്നു, അഥവാ അവരെ നിയന്ത്രിക്കുന്ന ശക്തിയായിട്ടിരിക്കുന്നു. അതായത് ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന മനോവൃത്തികളായിട്ട് കണക്കാക്കുന്നു അവിടെ ദേവിയെ. മനോവൃത്തികളാണല്ലോ ഇന്ദ്രിയങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്. ആദ്യം മനസ്സിൽ ഓരോന്ന് തോന്നുക ചെയ്യുക, പിന്നെയാണ് നമ്മൾ ഓരോ ആക്ടിവിറ്റിയിലേക്ക് കിടക്കുക. അപ്പോൾ ആ ദേവിയുടെ മനസ്സിൻ്റെ പ്രഭാവമായിട്ടാണ് അവിടെ ദേവിയെ വ്യാഖ്യാനിച്ച് കാണുന്നത്. ബഹുസംഖ്യം ഇന്ദ്രിയങ്ങളിലൂടെ അവയുടെ ചോദക ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നവൾ എന്നൊരർത്ഥമാണ് അവിടെ കൽപ്പിക്കുന്നത്. ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത. അടുത്ത നാമധേയം. ചക്രരാജം എന്ന രഥത്തിൽ ആരൂഢങ്ങളായ സർവായുധങ്ങളാലും
പരിഷ്കൃതയായവൾ എന്നർത്ഥം. ഭണ്ഡാസുരവധത്തിന് പുറപ്പെട്ട ദേവിയുടെ രഥം, ആ രഥത്തിൻ്റെ പേരാണ് ചക്രരാജരഥം. യുദ്ധസന്നദ്ധയായതിനാൽ ആ തേരിൽ നിറച്ച ആയുധങ്ങളുണ്ട്. സർവായുധങ്ങളോടും കൂടിയിട്ട് ചക്രരാജരഥത്തിൽ എഴുന്നള്ളിയിരിക്കുന്നവൾ എന്ന് ദേവിയുടെ അർത്ഥം. 9 നിലയാണ് ഈ ചക്രരാജരഥത്തിനുള്ളത്. അതിൻ്റെ ഓരോ പർവ്വങ്ങളിലും ഓരോ ആവരണ ശക്തികളുണ്ട്. അതിനെയൊക്കെ കുറിച്ച് ലളിതോപാഖ്യാനത്തിൽ വർണ്ണിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ആ രഥം ആനന്ദധ്വജം, അതിൻ്റെ മീതരഥത്തിൻ്റെ ധ്വജം എന്ന് പറയുന്നത് ആനന്ദമാണ്. ആ ധ്വജമാകട്ടെ 9 പർവ്വങ്ങളുള്ള 10 യോജന പൊക്കമുള്ള 4 യോജന വിസ്താരമുള്ളതാണ് എന്നൊക്കെ, ആ രഥം ആകട്ടെ ഇത്രയൊക്കെ വലിപ്പമുള്ളതാണെന്നൊക്കെ അവിടെ ലളിതോപാഖ്യാനത്തിൽ കാണാം. ചക്രരാജരഥം ദേവിയുടെ രൂപം തന്നെയാകുന്ന ശ്രീചക്രമാണ് എന്നും അതിൻ്റെ ഒരർത്ഥം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ നിലയ്ക്കും കൂടി ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ ആയുധങ്ങളുമായിട്ട് അതിലിരിക്കുന്നതോ ആത്മജ്ഞാനത്തിന് വേണ്ടതായ സാധനങ്ങളെയാണ് ആ ചക്രരാജരഥത്തിലുള്ള ആയുധങ്ങളായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി ചക്രേശം എന്ന സിദ്ധിയെയാണ് ഈ ചക്രരാജരഥം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊരു വ്യാഖ്യാനമുണ്ട്. ഈ നിലയ്ക്ക് എല്ലാ കർമ്മങ്ങളുമാണ് ആയുധങ്ങൾ. സർവകർമ്മങ്ങളും പരമാർത്ഥജ്ഞാനത്തിൽ ആണ് ലയിപ്പിക്കേണ്ടത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ സർവ കർമ്മങ്ങളാലും പരിഷ്കൃതയായവൾ എന്ന് ഈ സർവായുധ പരിഷ്കൃത എന്നതിന് അർത്ഥമെടുക്കേണ്ടി വരും. അപ്പോൾ ആ ശുദ്ധവിദ്യോദയ ചക്രേശത്വസിദ്ധി, ശുദ്ധവിദ്യോദയം കൊണ്ട് ചക്രേശത്വസിദ്ധി ഉണ്ടാകുന്നു എന്നാണ്. അപ്പോൾ ആ ശുദ്ധവിദ്യ അങ്കുരിക്കാൻ പാകത്തിലുള്ള ശ്രീചക്രരാജ സ്ഥിതയായ ദേവിയുടെ വൈഭവത്തെ ഈ ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത എന്ന നാമം കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം. ഇനി അടുത്ത നാമം മുതൽക്ക് അടുത്ത ഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാം.